ഈ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇത്രയും നിബന്ധനകളുള്ള വേറെ ഒരു മതവിശ്വാസവും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വെറും എന്താ പറയുന്നത്? ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറത്താണ് ഇവരുടെ നിബന്ധനകൾ. ദേ ഞാനൊരു തെളിവ് നിങ്ങൾക്ക് വായിക്കാം. വളരെ നീണ്ട ഒരു ഒരു റൂളിംഗ് ആണ്. ഞാനതിൻ്റെ കുറച്ച് ഭാഗം വായിക്കാം. നിങ്ങളാരും ചിരിക്കരുത്. ഇബിൻ അൽ ജൗസി, ഇവരുടെ ഇമാം ഇബിൻ അൽ ജൗസിയുടെ ഒരു പുസ്തകമാണ് അഹ്കാം അൽ നിസ എന്ന് പറഞ്ഞാൽ റൂളിങ്സ് ഓൺ വുമൻ, ചാപ്റ്റർ 7, ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. മെൻഷൻ ഓഫ് മാനേഴ്സ് ഇൻ ദ ടോയ്ലറ്റ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്ലെൻസിങ് വൺസ് വിത്ത് സ്റ്റോൺ. ടോയ്ലറ്റിനകത്ത് കയറുന്നതിൻ്റെ മാനേഴ്സും അദബും, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്തതിന് ശേഷം ഈ കല്ല് വെച്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നതിൻ്റെ ആ മാനേഴ്സൊക്കെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഈ പാവപ്പെട്ടവർ നോക്കണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ഞാൻ വായിക്കാം. ഹൂഎവർ വിഷസ് ടു ഗോ റിലീവ് ഹിംസെൽഫ് മസ്റ്റ് റിമൂവ് എനിത്തിങ് ഹി ഹാസ് ദാറ്റ് ഹാസ് ദ റിമെമ്പറൻസ് ഓഫ് അല്ലാ. ആരെങ്കിലും ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ അവന് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും അവൻ്റെ ശരീരത്തുണ്ടെങ്കിൽ ആദ്യം അവൻ അത് ഊരി വെക്കണം. സച്ച് ആസ് എ സിഗ്നറ്റ് റിംഗ് ഓർ എനിത്തിങ് എൽസ്. ഒരു എന്തുവാ, ഇപ്പോൾ ഒരു മോതിരമോ അല്ലെങ്കിൽ കഴുത്തിൽ ഒരു മാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അത് ആദ്യം ഊരി വെക്കണം. ഓക്കെ, ശരി. ദെൻ ഹി പ്രൊസീഡ് ടു എൻറ്റർ വിത്ത് ഹിസ് ലെഫ്റ്റ് ഫുട്ട്. വലത് കാലെടുത്ത് വെച്ചിട്ട് മാത്രമേ അവന് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അവൻ എന്ത് പറയണം? എന്നിട്ട് അവൻ ഇത് പറയണം: ഇൻ ദ നെയിം ഓഫ് അല്ലാ ഐ സീക്ക് റെഫ്യൂജ് വിത്ത് അല്ലാ ഫ്രം ഹാംഫുൾ ആൻഡ് റിപ്പൾസീവ് തിങ്സ് ആൻഡ് ഫ്രം ഫിൽത്തി അൺക്ലീൻനെസ് ദി അക്കേഴ്സ്ഡ് സൈറ്റൻ. മനസ്സിലായി? അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ അകത്തേക്ക് കയറുന്നു, അതുപോലെ തന്നെ ഈ പിശാചിനെ ഇബിലീസിനെ എല്ലാം ഞാൻ ചെറുക്കുന്നു, വെറുക്കുന്നു. അതിൻ്റെ അറബിക്കിലുണ്ട്, ഞാനത് വായിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഹി ഈസ് നോട്ട് ടു ലിഫ്റ്റ് അപ്പ് ഹിസ് ഗാർമെന്റ് അൺടിൽ ഹി ഹാസ് ഗോട്ട് ഡൗൺ നിയർ ദ ഗ്രൗണ്ട്. താഴെ ഇരിക്കുന്നിടം വരെ, ഗ്രൗണ്ടിൽ ഇരിക്കുന്നിടം വരെ അവൻ അവൻ്റെ തുണി പൊക്കാൻ പാടില്ല. അത് ഇരുന്ന് കഴിഞ്ഞിട്ട് അവൻ അവൻ്റെ തുണി പൊക്കണം. ഇതിനിടയ്ക്ക് സാധനം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അറിയത്തില്ല. ഹി ഈസ് നോട്ട് ടു ഫേസ് ദ കിബ്ല നോർ ടേൺ ഹിസ് ബാക്ക് ടുവേർഡ്സ് ഇറ്റ്. അപ്പൊ കിബിലക്ക് നേരെ നോക്കി ടോയ്ലറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് പുറം തിരിഞ്ഞും ടോയ്ലറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡയറക്ഷൻ ക്യാൻസൽ. അടുത്ത ഡയറക്ഷൻ, ഹി ഈസ് നോട്ട് ടു ഫേസ് ദ സൺ ഓർ ദ മൂൺ. നോക്കി മല വിസർജനം ചെയ്യാൻ പറ്റത്തില്ല. ചന്ദ്രന് നേരെ നോക്കിയിട്ടും പരിപാടി സാധിക്കാൻ പറ്റത്തില്ല. ഹി ഈസ് നോട്ട് ടു ഫേസ് ദ സൺ ഓർ ദ മൂൺ. ഹി ഈസ് നോട്ട് ടു യൂറിനേറ്റ് ഇൻ ദ ക്രാക്ക് ഇൻ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ അവിടെയും മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റത്തില്ല. നിബന്ധനകൾ നോക്കിക്കണം. ഡയറക്ഷൻസ് എല്ലാം അടച്ചു. കിബിലക്ക് നേരെ നോക്കാൻ പറ്റത്തില്ല, കിബിലക്ക് തിരിഞ്ഞു ഇരിക്കാൻ പറ്റത്തില്ല, സൂര്യനെ നോക്കാൻ പറ്റത്തില്ല, ചന്ദ്രനെ നോക്കാൻ പറ്റത്തില്ല, ക്രാക്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ഹി ഈസ് നോട്ട് ടു യൂറിനേറ്റ് ഇൻ ദ ക്രാക്ക് ഇൻ ദ ഗ്രൗണ്ട് നോർ ഇൻ ആൻ ആനിമൽ ഹോൾ. ഏതെങ്കിലും ഒരു മൃഗം കുഴിച്ച കുഴിയിൽ അവന് മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കുഴി, മുയലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പോ ഇങ്ങനത്തെ എന്തെങ്കിലും കുഴിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കുഴിയിലും ഇവർക്ക് പരിപാടി സാധിക്കാൻ പറ്റത്തില്ല. ഓക്കെ. നോർ അണ്ടർ എ ഫ്രൂട്ട് ട്രീ. ഈ ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ താഴെ ചെന്ന് മൂത്രം വിസർജിക്കാൻ പറ്റത്തില്ല. നോർ ഇൻ ദ ഷാഡോ ഓഫ് എ വാൾ. ഒരു ചുവരിന്റെ ഈ ഷാഡോ വരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഹിന്ദിയിൽ പർച്ചായി എന്ന് പറയും, ഷാഡോ വരുന്ന സ്ഥലത്ത് അവന് ചെന്നിട്ട് അവന് നിഴല്, മലയാളത്തിൽ വാക്ക് കിട്ടുന്നില്ല, നിഴല് വരുന്ന സ്ഥലത്ത് അവന് മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ല. നോർ ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ്. റോഡിന്റെ നടുക്ക് ഇവന്മാർക്ക് മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ല. റോഡിന്റെ നടുക്ക് ഇവന്മാർക്ക് ഇരുന്നിട്ട് നിസ്കരിക്കാൻ പറ്റും കേട്ടോ. ആൻഡ് ഹി ഈസ് നോട്ട് ടു സിറ്റ് എബവ് സംതിങ് ഹി നീഡ്സ്. എന്തെങ്കിലും അവൻ ആവശ്യമുള്ള സാധനത്തിന്റെ മേളിൽ കയറി ഇരുന്നിട്ട് അവന് പരിപാടി സാധിക്കാൻ പറ്റത്തില്ല. നോർ അണ്ടർനീത്ത് ഇറ്റ്. അതിന്റെ താഴെ ഇരുന്നിട്ടും അവന് പരിപാടി സാധിക്കാൻ പറ്റത്തില്ല. നോർ ടു പ്രൊനൗൺസ് പ്രേസ് ടു അല്ലാ. അള്ളാഹിന് സ്തുതി പറഞ്ഞിട്ട് അവൻ പരിപാടി സാധിക്കാൻ പറ്റത്തില്ല. ഇൻ ഹിസ് ഹാർട്ട്. അവന്റെ ഹൃദയത്തിൽ പോലും അള്ളാഹുവിന് സ്തുതി പറഞ്ഞിട്ട് അവന് മൂത്രം ഒഴിക്കുന്നവർ ടോയ്ലറ്റ് ചെയ്യുമ്പോൾ അവന് പരിപാടി സാധിക്കാൻ പറ്റത്തില്ല. വെൻ ഹി ഫിനിഷ് ഹി ഈസ് ടു മൂവ് അവേ ഫ്രം വേർ ഹി ഈസ് ഇൻ ഓർഡർ ടു ക്ലെൻസ് ഹിംസെൽഫ് ഇൻ അനദർ ലൊക്കേഷൻ.
പരിപാടി സാധിച്ചതിന് ശേഷം ദൂരെ പോയി വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് വേണം അവനെ തന്നെ വൃത്തിയാക്കാൻ. ഇനി വൃത്തിയാക്കുന്നത് എങ്ങനെ? ഈ വൃത്തിയാക്കൽ എന്ന് പറയുന്ന അറബിക്കൽ വേർഡ് ഇസ്തിഞ്ച എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ക്ലെൻസിങ് ഈസ് ഒബ്ലിഗേറ്ററി ഫോർ എനിത്തിങ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് 2 passages. 2 passagesൽ നിന്നും വരുന്ന വന്നു കഴിഞ്ഞാൽ ക്ലീനിങ് നിർബന്ധമാണ്. ക്ലീനിങ് ചെയ്തിരിക്കണം. Cleansing is obligatory for anything that comes out of the 2 passages, i.e. the front and the rear, except for gas. ഗ്യാസ് വന്നാൽ കുഴപ്പമില്ല, ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വേറെ ഒരിടത്ത് പറയുന്നു, നിസ്കാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അവൻ നേരെ പോയി കയ്യും കാലും കഴുകണം. എന്തിനാണെന്ന് ആരും ചോദിക്കരുത്. ഇതാണ് ഇവന്മാരുടെ പരിപാടി. The characteristics of something used to wipe is that it should be solid. ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം എന്തായിരിക്കണം? സോളിഡ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണം. പ്യുവർ, നോട്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ, നോട്ട് സംതിങ് ദാറ്റ് ഈസ് ഫോർബിഡൻ ആൻഡ് നോട്ട് അറ്റാച്ച് ടു ആൻ ആനിമൽ. കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം വെച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല. നോട്ട് സംതിങ് ദാറ്റ് ഈസ് വിലക്കപ്പെട്ട സാധനം വെച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല. പിന്നെ മൃഗത്തിൽ നിന്നും വന്ന ഏതെങ്കിലും സാധനം വെച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല. ദിസ് ഇൻക്ലൂഡ് സ്റ്റോൺ, വുഡ്, പോട്ടറി, dirt or things similar to these. ഇതെല്ലാം അനുവദനീയമാണ്. ഏതൊക്കെ? കല്ല്, മരം, പിന്നെ ഏതെങ്കിലും പോട്ടറി ആയിട്ടുള്ള ഐറ്റംസ്, ഏതെങ്കിലും അങ്ങനത്തെ ഐറ്റംസ്, അല്ലെങ്കിൽ മണ്ണ്, ഡേർട്ട്, തിങ്സ് സിമിലർ ടു ദിസ്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫുഡ് ഐറ്റംസ്. ഫുഡ് വെച്ച് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും മൃഗത്തിന്റെ കാഷ്ടം, ഡങ് ഓർ ഡീകമ്പോസിങ് ബോൺസ്, ബോൺ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. കാരണം അതിന്റെ പുറകെ സയൻസ് ഉണ്ട് കേട്ടോ. കാരണം ബിക്കോസ് ദീസ് ആർ ദ ഫുഡ് ഫോർ ദ ജിനീസ്. ജിന്നുകൾക്കുള്ള ആഹാരമാണിത്. മുഹമ്മദ് ഈ ജിന്നുകൾക്ക് ആഹാരം കൊടുക്കുമ്പം ഈ സാധനമായിരുന്നു മുഹമ്മദ് ജിന്നുകൾക്ക് ആഹാരം കൊടുത്തിരുന്നത്. ഈ ജിന്നുകൾ കഴിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. ഇവന്മാരുടെ ജിന്നുകളല്ലേ കഴിക്കുമായിരിക്കും. ഇനിയും എ സ്റ്റോൺ വിത്ത് 3 corners ഈസ് ഫൈൻ. 3 കോർണറുള്ള കല്ലാണെങ്കിൽ നല്ലതാണ്. ഇറ്റ്സ് ഫൈൻ. Our companions disagree on the manner of performing istinja. Most of them say that one is to take the first stone in his left hand and begin with his from the front of his right side, dragging it backwards. ക്ലീനിങ്ങിന്റെ പ്രോസസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. കല്ലെടുത്തിട്ട് എങ്ങനെയാ പിടിക്കേണ്ടിയേ? കല്ലെടുത്ത് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് കല്ലെടുത്തിട്ട് ഫ്രണ്ട് ഓഫ് ദ റൈറ്റ് സൈഡ് തൊട്ട് ബാക്ക് വരെ അങ്ങ് വലിച്ചുകൊണ്ട് അങ്ങ് പോകണമെന്ന്. ദെൻ ഹി റിപ്പീറ്റ് ദിസ് ടുവേർഡ്സ് ദ പ്ലേസ് ഫ്രം വിച്ച് ഹി ബിഗാൻ. പിന്നെയും അത് റിപ്പീറ്റ് അടിക്കുക, പിന്നെയും റിപ്പീറ്റ് അടിക്കുക, പിന്നെയും റിപ്പീറ്റ് അടിക്കുക. ഓക്കെ. Then he takes the third stone and move it in a circle. മൂന്നാമത്തെ കല്ലെടുത്തിട്ട് ഈ വലയം വെക്കുക, സർക്കിൾ ചെയ്യുക. മനസ്സിലായല്ലോ? വന്ന സ്ഥലത്തിൽ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് മൂവ് ഇറ്റ് ഇൻ എ സർക്കിൾ അറൗണ്ട് ദ ഹോൾ. റിപ്പീറ്റ് ദിസ് ഇൻ ദ സെന്റർ. എൻ്റെ പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വല്ല രോഗം പിടിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്രിസ്ത്യാനികളെ എന്തിനാ ചിരിക്കുന്നേ? നിങ്ങൾക്കൊരു കാര്യം പറയുമ്പോൾ മര്യാദ പറഞ്ഞോടെ. നിങ്ങളുടെ റസൂലില്ല പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്ര കളിയാക്കി ചിരിക്കാൻ എന്താ? പാറ വെച്ചൊരക്കണം. അത് 3 കോർണർ ഉള്ളതിനെ വെച്ചൊരക്കണം. ചിരിയുടെ പേറ്റന്റ് എടുത്ത ആളാ ഈ പറയുന്നത്. ഇവിടെ മൊത്തം മനുഷ്യനെ ചിരിക്കാൻ പഠിപ്പിച്ച ഒറ്റ മനുഷ്യനാണ്. ഈ വൃത്തികേടൊക്കെ കേൾക്കുമ്പോ വർഗീസത്തെ എങ്ങനെ ചിരിക്കാതിരിക്കും? അവന്മാര് പെർട്ടിക്കുലർലി പറഞ്ഞു കൊടുക്കും, ഒന്നാമത്തെ കല്ലെടുത്തിട്ട് പുറകീന്ന് ബാക്ക് വരെ വലിക്കണമെന്ന്, എന്നിട്ട് പിന്നെ മൂന്നാമത്തെ കല്ല് വെച്ച് കറക്കണമെന്ന്, സർക്കിളിൽ വെച്ച് കറക്കണം. എന്തൊക്കെയാണെന്ന് നോക്കിക്കോണേ. ഇത് ഞാൻ പറയുന്നതല്ല, ഇവന്മാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന. ഞാൻ അതിന്റെ തെളിവ് ഞാനിപ്പം മേളിലോട്ട് പിന്നും ചെയ്യാം. നിങ്ങൾക്കിത് സേവ് ചെയ്ത് വെക്കാം. ഒരു മുസൽമാൻ മലമൂത്ര വിസർജനം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ തെളിവായിട്ടാണ് ഇവർ ഈ പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി. എന്തൊക്കെ എന്തോ ബസ് സ്റ്റാൻഡിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിപാടിയില്ല. അതൊക്കെ അവൻ
അതിന് പിന്നെ ഇടയ്ക്ക് പോണം. നേരെയൊക്കെ തിരിച്ചു വരുമ്പോഴത്തേന് പരിപാടി കഴിയുമല്ലോ. അപ്പോഴത്തേക്ക് അല്ല, താഴെ കുനിയുമ്പോഴത്തേക്കിനും താഴെ കുനിഞ്ഞിട്ട് അവൻ ആദ്യം താഴെ കുനിഞ്ഞ് വരുമ്പോഴത്തേക്കിനുമാണ് അവൻ ഇത് ഊരേണ്ടിയത്. അതിനു മുൻപേ ഊരാനും പറ്റത്തില്ല. ഞാൻ മേളി പിൻ ചെയ്യാം. ഞാൻ വായിക്കുന്നത് ഇനി എന്റെ കയ്യിൽ നിന്ന് എടുത്ത് വായിക്കുന്നു എന്നാരും പറയണ്ട. അതുകൊണ്ട് ഞാൻ മേളി പിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് സേവ് ചെയ്ത് വെക്കണം. ഒരു മുഹമ്മദിയൻ അപ്പിയിടാൻ പോകുമ്പോൾ അവൻ എന്തൊക്കെ പാലിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ നിബന്ധനകളാണ് മേളിൽ പിൻ ചെയ്തിരിക്കുന്നത്. ഇനി മുന്നിലോട്ട് പറയുന്ന റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് കല്ലെടുക്കുക, റൈറ്റ് സൈഡിൽ നിന്ന് പുറകിൻ വരെ വലിക്കുക, രണ്ടാമത്തെ കല്ലെടുത്തിട്ട് പിന്നെ ബിഗിൻ വിത്ത് ഇറ്റ് ഫ്രം ദ ഫ്രണ്ട് ഓഫ് ദ ലെഫ്റ്റ് സൈഡ് ഡ്രാഗിങ് ഇറ്റ് ടുവേർഡ്സ് ബാക്ക്വേർഡ്സ്. അപ്പൊ 3 കല്ലായേ. ഒരു കല്ല് റൈറ്റ് തൊട്ട് പുറകി വരെ കൊണ്ടുപോവുക, രണ്ടാമത്തെ കല്ല് ലെഫ്റ്റ് തൊട്ട് പുറകി വരെ കൊണ്ടുപോവുക, മൂന്നാമത്തെ കല്ല് വലയം വെക്കുക, സർക്കിൾ അടിക്കുക. മലയാളത്തിൽ നിങ്ങൾക്ക് അത് തർജ്ജമ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറയുന്നതെല്ലാം മലയാളത്തിൽ നിങ്ങൾക്ക് തർജ്ജമ ചെയ്തെടുക്കാം. അടുത്തത് പിന്നെ വരുന്നതാണ്, then he takes a third stone and move it on a circle around the hole. Repeat this in the center. Al-Sharaf, Abu Jafar and Ibn Aqil held that he is to include the whole area with each stone. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഈ 3 കല്ല് വെച്ചിട്ടും നിങ്ങൾ ഈ ഏരിയ മുഴുവനും കവർ ചെയ്യണം. ഇറ്റ് വുഡ് ബി സംതിങ് pieced together, not repetition. In this case, the stuff cannot be removed with 3 stones. He is to use more until he is cleaned. ഇനിയും ഈ 3 കല്ല് വെച്ചിട്ട് പരിപാടി മുഴുവനും തീർന്നില്ല എങ്കിൽ 3-ൽ കൂടുതൽ കല്ലുകൾ എടുക്കാം. അപ്പൊ 2 കല്ല് കൂടെ എടുക്കണം. 3, 5, 7 അങ്ങനെ കിടക്കുവാണ്. 9 ഇങ്ങനെ കിടക്കുകയാണ് പരിപാടി. അടുത്തത് it is desirable for a man to begin with his front part, lest his hand becomes impure from his front part if he begins from the rear. ഈ പുറകിൽ നിന്ന് മുന്നിലോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കൈ അഴുക്കാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് പുറകിലോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഇവരുടെ നിബന്ധനയിൽ കിടക്കുന്നത്. ഈ വൃത്തികേടൊക്കെ വായിക്കേണ്ടി വരുന്നത് ഇവന്മാർക്ക് ഇതൊക്കെ ഭയങ്കര ദൈവികമാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ നമുക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. However, a woman is free to choose in this regard. സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് ഫ്രണ്ട് എങ്ങനെ വേണേലും അവർക്ക് കൊണ്ടുപോകാം. അവർക്ക് ഈ കാര്യത്തിൽ അവർക്ക് ഫ്രീഡം ഉണ്ട്, സ്വാതന്ത്ര്യം. വർഗീസ് അച്ഛാ കണ്ടോ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യം ഇല്ല, ഇസ്ലാമിനകത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കളയരുത്. മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ എന്നെ ടൈറ്റിൽ എടുക്കുന്ന അസ്ലം ബ്രദറെ, ഈ മലമൂത്ര വിസർജനത്തിനുള്ള കാര്യങ്ങളെന്നാണ്, അതോ സ്ത്രീകളുടെ വരെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം? ഇതിൽ ഏത്? അല്ല, രണ്ടും സ്ത്രീകൾക്ക് കിട്ടിയ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം മലമൂത്ര വിസർജനത്തിനകത്ത്. However, a woman is free to choose in this regard, although it is best to use a stone and water together. കല്ലും വെള്ളവും രണ്ടും ഒന്നിച്ച് യൂസ് ചെയ്യുന്നതാണ് സ്ത്രീകൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ കല്ലും വെള്ളവും എങ്ങനെയാണോ ഒന്നിച്ച് യൂസ് ചെയ്യുന്നത്? എൻ്റെ പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ? ആരെങ്കിലും? എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക കേട്ടോ. എങ്ങനെയാണ് വർഗീസ് അച്ഛാ ഇവർ ഈ പരിപാടി ചെയ്യുന്നത്? ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? ഐ ഡോണ്ട് നോ. കല്ല് വെള്ളത്തിൽ മുക്കിയിട്ട് ഉപയോഗിക്കണം. ഇതെന്തോ ദോശയും സാമ്പാറും ആണോ? കല്ല് വെള്ളത്തിൽ മുക്കിയിട്ട് ഇനിയും മുന്നിലോട്ട്. If a woman is although you see it is best to use a stone and water together, if she wants to limit it to one of these, water is best. ഇനിയും ആ സ്ത്രീ ഇതിൽ രണ്ടിൽ ഒരെണ്ണത്തിലേക്ക് ചുരുക്കുന്നു എങ്കിൽ വെള്ളമാണ് ഇച്ചിരൂടെ നല്ലത്. If a woman is a virgin, then if she likes, she can wipe the location of the urine with a solid object described above. ഞാനത് തർജ്ജമ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുക. ഇനിയും when
what is coming out reaches past the place where it comes out, nothing is permitted but water. ഓക്കെ, ഈ വെളിയിൽ വരുന്ന സാധനം എവിടെ നിന്നാണോ വരുന്നത്, ടേക്ക് വെള്ളമല്ലാതെ വേറെ ഒന്നും പെർമിറ്റഡുമല്ല. ഇത് സ്ത്രീകളുടെ വിഷയത്തിൽ മാത്രമാണ് കേട്ടോ, ഈ സ്ത്രീകൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ സ്ത്രീകൾക്കുള്ള അദബാണ്. the things that women have to do. If she is previously married woman, then whenever urine comes out to the brink but does not freely flow, only wiping the place where urine came out is required. എന്തൊക്കെ വിവരക്കേടാണ്, എന്തൊക്കെയാണ് ഇത്. താഴോട്ട് എനിക്ക് വായിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇവിടം വരെ ഒന്ന് നിർത്തുകയാണ്. പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ, ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മുഹമ്മദിയൻ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. ദിസ് ഈസ് വാട്ട് യു ഗിവ് ആസ് എ ഫ്രീഡം ടു വിമൻ. അല്ലാതെ സ്ത്രീക്ക് പ്രത്യേകിച്ച് ഇസ്ലാമിനകത്ത് ഒരു സ്വാതന്ത്ര്യമില്ല. സ്ത്രീകളെന്ന് പറയുന്നത് പട്ടിയും കഴുതയ്ക്കും തുല്യമാണ് എന്ന് മുഹമ്മദ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇസ്ലാമിനകത്ത് അവർക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം ഒന്നുമേയില്ല. പിന്നെ ഇത് ഇവരുടെ പുസ്തകത്തിൽപ്പെട്ടതാണ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പുസ്തകമല്ല. വളരെ നീണ്ട പല കാര്യങ്ങളും പറയുന്നുണ്ട്, വായിക്കാൻ കൊള്ളാത്ത പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ഇത് മുന്നിലോട്ട് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പേരൊന്നുകൂടെ പറയാം. ഇബ്ൻ അൽ ജൗസിയുടെ പുസ്തകമാണ് അഹ്കാം അൽ നിസ, അല്ലെങ്കിൽ റൂളിംഗ് ഓൺ വിമൻ. അതിൻ്റെ ചാപ്റ്റർ 7, മെൻഷൻ ഓഫ് ദ മാനേഴ്സ് ഇൻ ദ ടോയ്ലറ്റ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്ലെൻസിങ് വൺസ് വിത്ത് സ്റ്റോൺ. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ചാപ്റ്ററിൻ്റെ പേര്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവർക്ക് സ്ത്രീകളെ പരിപാലിക്കുക, സ്ത്രീകളെ കരുതുക, സ്ത്രീകളെ അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുക, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, ഈ പരിപാടി ഒന്നുമേ ഇസ്ലാമിനകത്തില്ല. ഈ മ്ലേച്ഛത, ഈ വൃത്തികേട് മാത്രമേ ഇസ്ലാമിനകത്തുള്ളൂ. വൃത്തികേടെന്ന് പറഞ്ഞാൽ ഇത്രയും മഹാമ്ലേച്ഛതയും വൃത്തികേടും മാത്രമേ ഇസ്ലാമിനകത്ത് ഉള്ളൂ. എങ്ങനെയുണ്ട് വീരുവേ? അപ്പി ഇടാൻ പോകുമ്പോ ഏതോ ഞരമ്പ് രോഗി എഴുതിയ പുസ്തകം. അതെ 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 അതെ, ഇവന്മാർക്ക് എന്തോ പക്ഷെ ഞരമ്പ് രോഗികളാണല്ലോ മുഴുവൻ ലീ സിസ്റ്ററെ. ഇത് മുഹമ്മദിൽ നിന്ന് കിട്ടിയത് പകരുന്ന് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് പറയുന്നതാ. അതായത് ഒരു ID ഇടാറില്ല നമ്മുടെ ബോണ്ട്, ഒരു വലിയ പന്നി ഇങ്ങനെ കിടക്കുന്നു, അതിന്റെ ചോട്ടില് കുറെ പന്നിക്കുട്ടികൾ കിടക്കുന്ന പോലത്തെ പരിപാടി. അതായത് വലിയ ഞരമ്പ് രോഗി എഴുതിയ കാര്യത്തെ ഇവന്മാരിങ്ങനെ ഭാഗിച്ച് ഓരോരോ സെക്ഷനായിട്ട് വീണ്ടും വിവരിച്ചു. ഇതൊക്കെ ഞരമ്പ് രോഗികൾ തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. ഇങ്ങനത്തെ കിതാബൊക്കെ എഴുതി ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ഇതൊക്കെയല്ലേ ഇസ്ലാമിന്റെ പ്രത്യേക പുസ്തകങ്ങള്. വീരു ഇതെല്ലാം വായിച്ചിട്ടുണ്ടോ? വീരു, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഇസ്തിഞ്ച ജീവിത രീതിയാണ് ഇസ്ലാം നസറേനെ. ജീവിത ഇസ്ലാം വ്യവസ്ഥ, ജീവിത പദ്ധതിയാണ് ഇസ്ലാം, ജീവിത പദ്ധതി. എടാ, നിന്റെ ഒക്കെ ആസനത്തിൽ കല്ലെങ്ങനെ ഉരയ്ക്കുന്നെന്ന് മുഹമ്മദിന്റെ വൃത്തികെട്ട ആൾക്കാരും പറഞ്ഞു വെച്ചിരിക്കുന്നത് ജീവിത പദ്ധതി. നാണം ഉണ്ടോടാ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് നമുക്ക് പലതിലും കാണാൻ പറ്റും. ഇയാള് കല്ലെടുത്തോണ്ട് വരാനായിട്ട് ചെറുക്കന്മാരോട് പറയുമ്പോ ചെറുക്കന്മാര് കല്ല് കിട്ടാഞ്ഞിട്ട് 1 കല്ലും 2 കല്ലും പിന്നെ ചാണകത്തിന്റെ ഉണ്ട് എന്ന് പറഞ്ഞാല് അത്രയധികം കല്ല് ഉപയോഗിച്ചിട്ട് കല്ലില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കല്ല് ഉപയോഗിച്ചിട്ട് ഇവന്മാര് വലിച്ചെറിയും, അത് തന്നെയല്ലേ അടുത്ത ദിവസം പോയിട്ട് പിന്നെ എടുത്ത് ഉപയോഗിക്കുന്നത്? അതെ അതെ, ഈ ഉരുളൻ കല്ലുകൾ ഇവർ ഈ മരുഭൂമിയിലൂടെ ഉരുളൻ കല്ലുകൾ എവിടുന്ന് തപ്പാന്? ഒരുത്തൻ വലിച്ചെറിഞ്ഞത് മറ്റവൻ എടുക്കുന്നു. റീയൂസ് ചെയ്യുന്നതും കല്ല്, ഇതേ കല്ല് റീയൂസ് ആണ്, റീയൂസബിൾ കല്ലാണ്. ചുമ്മാ അതല്ല ഇവർക്കൊക്കെ ഇങ്ങനത്തെ രോഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ 12 ഭാര്യമാരുണ്ടായിട്ട് ഒരൊറ്റ കുട്ടി ഉണ്ടായില്ലല്ലോ. ഇയാൾക്ക് എന്തൊക്കെ രോഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? ഇതൊക്കെ വായിച്ചു, ഇതൊക്കെയാണ് ദൈവീകമെന്ന് വിശ്വസിക്കുന്ന വീരുഷിനെയൊക്കെ സമ്മതിക്കണം.
ഇതൊക്കെ ദൈവീകമാണ് പുള്ളേ, ഇതൊക്കെ ആത്മീകമാണ് പുള്ളേ, ഇതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് പുള്ളേ. എന്ത് വാട ഈ വീരു, എന്ത് വൃത്തികേടാണ് വീരു ഇത്. മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി മ്ലേച്ഛതയുണ്ടോ വീരു? എന്നിട്ട് പറയാ ജീവിത പദ്ധതിയാണ്, ജീവിത എന്താണ് ജീവിതം? എന്താണ് ജീവിതം? ഇതിനകത്ത് എന്ത് ജീവിതം? അത് ടോമാഡി ബ്രദർ പറഞ്ഞാൽ ശരി, ജീവിത അടിമത്വമാണ് ഇസ്ലാം.